ആദിത്തമ്പുരാനെ കിട്ടി കിട്ടി ആദിത്തമ്പുരാനെ. എന്റെ പ്രേക്ഷകര് ബിക്കിനി കാണണം, എന്നെ ബിക്കിനിയിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരും ഉണ്ട്. പ്രേക്ഷകർക്ക് മറ്റു പലതും കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും എന്ന് വെച്ചാൽ തനിക്കെന്താണ് ഇത്ര വലിയ കലിപ്പ്? നീയേ വെറും ബ്രിട്ടാസായ മതി, ബ്രിട്ടീഷ് ആവണ്ട കേട്ടോ. ഈ പറയുന്ന മക്കളുടെ കാര്യവും അപ്പന്റെ കാര്യവും അമ്മയുടെ കാര്യവും നോക്കുന്ന നിമിഷ നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ? എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തിനാണ് ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നമ്പീശ എന്റെ കൈ ധരിക്കണം, അവളെ കരണക്കുറ്റിട്ട് ഒരു 4 പൊട്ടിച്ചാലാ? വേണ്ട, പഴയ കാലമല്ല, വകുപ്പ് മാറും. നീ ഇത് എന്റെ ചോദ്യമല്ല കേട്ടോ, ഇത് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ചോദ്യം. പല കമന്റ്സുകളിലൂടെ റിഫ്ലക്ട് ചെയ്യുന്ന പ്രേക്ഷകരുടെ ചോദ്യമാണ്. അല്ല അതിപ്പോ ബുദ്ധിമുട്ടുണ്ടോ? ഇന്ന് നമ്മൾ മക്കളെ പഠിപ്പിച്ച് വലുതാക്കി കഴിയുമ്പോൾ നാളെ ഒരു ദിവസം നമ്മൾ നമ്മുടെ മക്കളെ നോക്കൂല. അപ്പൊ നമ്മൾ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കേണ്ടി വരും. അതെന്താ? അത് എനിക്കിവിടെ ആരും പരിചയമില്ല. മാത്രമല്ല ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ലേ. ഇതെന്താ കയ്യില്? നാഗതന്തി വേരാ. ഊണ് കഴിച്ച് കുറച്ചു നേരം എതിർത്തിന്റെ പുറകെ പിടിച്ച് നടക്കുന്ന എന്റെ ഒരു ശീലമാ. മാനസിക ധൈര്യത്തിന് പറ്റിയ മരുന്നാ. പിന്നെ ഈ ബിക്കിനി ഫോട്ടോഷൂട്ടിന്റെ കാര്യം, ഇതെന്റെ പ്രൊഫഷണലാണ്. അതെ അതെ. എന്തതെ? വെറുതെ വരാതെ. അപ്പോൾ ബിക്കിനി ഷൂട്ട് ചെയ്യണം എന്ന് എൻ്റെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ വന്നാൽ, നല്ലൊരു പേയ്മെന്റ് വന്നാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. വേണ്ട. എൻ്റെ കൂടെ എൻ്റെ കഴുത്തെ താലി കെട്ടിയ എൻ്റെ കെട്ടിയവനും എൻ്റെ ഫാമിലിയും, അതായത് എൻ്റെ മക്കൾ, എൻ്റെ അച്ഛനമ്മ, ഇവർക്കറിയാം ഞാൻ എന്താണ് ഏതാണെന്ന്. എനിക്ക് അവരെ മാത്രം ബോധിപ്പിച്ചാൽ മതി. പിന്നെ ഈ ജനങ്ങൾ എന്നോടൊപ്പം ഉള്ള കാലം വരെ എനിക്ക് നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചഴിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? പാസ്പോർട്ട് വെറും വാസ്തവനാക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു പഴമൊഴി ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇത് പുതുമൊഴിയാ. ഞാൻ നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയുണ്ട്. കുറേ നേരം കിടന്ന് കാണാന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. നിങ്ങൾക്ക് ചോദിക്കുന്നതിനൊക്കെ ഒരു മര്യാദയില്ല. ചോദിച്ചത് പിന്നെ നീ എന്തുണ്ടാക്കിയെന്നാ ഈ പറയണത്? പതുക്കെ ഒരു തമാശ പറയാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുമ്പോ ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട്. നീ ആരാ? ഇവിടുത്തെ റാണിയോ? അതെ, ഇവിടെ എന്നല്ല എവിടെയും ഞാൻ റാണിയാ. ദേഷ്യം ഞാൻ മോന്തയടിക്കാൻ പൊളിക്കും. ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് വന്നിട്ട് മേലാക്കി നിൽക്കുന്നില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.